ഈ സോഷ്യൽ മീഡിയയിൽ കുറെ പാട്ടുകൾ ഞാനും കുട്ടികൾ ഇങ്ങനെ ക്ലാസ് റൂമിൽ ഇങ്ങനെ പാടാറുണ്ട്. ആ പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു വൈറലായത് കൊണ്ടായിരിക്കാം ഒരു വിശിഷ്ടാതിഥിയായിട്ട് ഞാനിവിടെ വന്നതെന്നാണ് ഞാൻ അല്ലേ, അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. കുട്ടികൾ എൻ്റെ കൂടെ പാടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കള്ളം പറയുന്നത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്നെയാണോ ശ്രദ്ധിച്ചത്, കുട്ടികളെയാണോ ശ്രദ്ധിച്ചത്? കുട്ടികളെയാണോ? എനിക്ക് തോന്നുന്നു 60-65 കുട്ടികളുള്ള ക്ലാസ് റൂമിൽ പാടാൻ അറിയുന്നവരും പാടാൻ അറിയാത്തവരും കുറച്ചുകൂടി ലെവല് കൂടി തന്നത്. ഭയങ്കര സ്ട്രെയിൻ ഫീലിംഗ്. കുറെ പേര് മനോഹരമായി പാടാൻ അറിയുന്നവരും അറിയാത്തവരൊക്കെ എൻ്റെ കൂടെ വളരെ സന്തോഷത്തോടു കൂടി പാടുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഈ പാട്ടുകളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ കുറെ കമന്റുകൾ വരാറുണ്ട്. കമന്റ് വരുന്നത് അദ്ദേഹം റീൽ മാസ്റ്റർ ആണോ, റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണോ സ്കൂളിൽ വരുന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോ റീല് ചെയ്യുന്ന സമയത്ത് കുറെ കമന്റുകൾ വരും, അദ്ദേഹം റീൽ എടുക്കാൻ വേണ്ടി അതിന് മതി. എല്ലാവരും ചോദിക്കും റീൽ എടുക്കാൻ വേണ്ടി മാത്രം വരുന്നൊരു മാഷാണ്. സത്യത്തിൽ അങ്ങനെയല്ല. ഈ പുതിയ കാലത്ത് സാധ്യതകളെ പരിചയപ്പെടുത്തുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് കുട്ടികളിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. 1964 ആദ്യമായിട്ട് ഒരു ഡ്രോയിങ് ടെക്സ്റ്റ് വരുന്നത്. അതോടൊപ്പം 2012 ഒരു ടെക്സ്റ്റ് ബുക്ക് വന്നു, 2018 ഒരു പുസ്തകം വന്നു. പക്ഷെ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് 2024 കുട്ടികളുടെ തുടർച്ചയും വളർച്ചയും കൃത്യമായി രേഖപ്പെടുത്തുന്ന ടെക്സ്റ്റ് ബുക്ക് ചിത്രകലയെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും അഭിനയത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും കൃത്യമായി പറയുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് കുട്ടികളുടെ കയ്യിലേക്ക് എത്തിയത് കൊണ്ട് കുറേ കുട്ടികൾക്ക് മാറ്റം വന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കൊക്കെ ആ പുസ്തകം കിട്ടിയിട്ടുണ്ടാവും അല്ലേ, കലാവിദ്യാഭ്യാസത്തിന്റെ പുസ്തകം. അതിൽ കുറേ കാര്യങ്ങൾ പറയുന്നത് അത് എത്രത്തോളം ടെക്സ്റ്റ് ബുക്കിലെ പാട്ടുപെട്ടികളാണ്. അതാണ് ഞങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. ചിത്രകലയിലെ സാധ്യതകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. പലപ്പോഴും കലാസാധ്യതകളെ ശരിക്കും നമ്മൾ ആരും തിരിച്ചറിയാത്തൊരു കാലഘട്ടമാണ്. എല്ലാവർക്കും ഡോക്ടർമാരാവണം, എല്ലാവർക്കും എഞ്ചിനീയർമാരാവണം. ചിത്രകലയിലെ സാധ്യതകളൊക്കെ ഭയങ്കരമാണ്. 5ാം ക്ലാസ്സിൽ വർണ്ണങ്ങളെ പരിചയപ്പെടുത്തുന്നു, അതോടൊപ്പം തന്നെ വാർലി ചിത്രങ്ങളെ പരിചയപ്പെടുത്തുന്നു, ജാമിതീയ രൂപങ്ങളുടെ ചിത്രങ്ങളിലെ കുട്ടികളെ കൊണ്ടുപോകുന്നു. സംഗീതം നമ്മളിൽ ചെലുത്തുന്ന സ്വാധീനം ഇപ്പൊ എന്നോട് പറയാറുണ്ട് ചില ആൾക്കാരൊക്കെ സംഗീതം ഞങ്ങൾക്ക് ഇഷ്ടമല്ല, സംഗീതം ഞങ്ങൾക്ക് പാടില്ല എന്ന് പറയാറുണ്ട്. അവരോട് ഞാൻ പറയും ഒരിക്കലും ബാങ്ക് തന്നെ നിങ്ങൾ കുറേ നല്ല മാപ്പിളപ്പാട്ടുകൾ, അർത്ഥവത്തായ പാട്ടുകൾ, അതോടൊപ്പം തന്നെ അഭിനയവുമായി ബന്ധപ്പെട്ട് നമ്മൾ 5ാം ക്ലാസ്സിൽ പറയുന്നുണ്ട്, ഒരു കൈയടിച്ച് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും, 2 കൈയടിച്ച് 2 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും, 3 കൈയടിച്ച് 3 സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും. ഇത് ഒപ്പനയിലെ ഒരു സ്റ്റെപ്പാണ്. ഒപ്പനയിലെ പല കളികൾ നമ്മൾ കാണുന്നുണ്ട്. മാപ്പിള കലയുമായി ബന്ധപ്പെട്ട എല്ലാ മൂവ്മെന്റുകളും നൃത്തവുമായി ബന്ധപ്പെട്ടതാണ്. അഭിനയവുമായി ബന്ധപ്പെട്ട് ഒരു കള്ളം പറയണമെങ്കിൽ നമ്മൾ അഭിനയിക്കണം. പുതിയ കാലത്തെ സിനിമാ സാധ്യതകൾ, എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ക്യാമറ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത്, കുറേ സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെടുത്തുന്നു. ചിത്രം വരയ്ക്കുന്ന കുട്ടി ഏത് മേഖലയിലേക്ക് പോകണം. അപ്പൊ നമ്മൾ പറയാറുണ്ട് ക്ലാസ്സുകൾ നമുക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ പാടാൻ വന്നതാണെങ്കിലും എൻ്റെ സബ്ജക്റ്റിനെ കുറിച്ചൊന്നും പറയാതിരുന്നാൽ ശരിയല്ലല്ലോ. അതുകൊണ്ട് കലാസാധ്യതകളുള്ള കുട്ടികളെ നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരും രക്ഷിതാക്കളും കൂടെ ഉണ്ട്, അത് തിരിച്ചറിയാൻ അവർ മാക്സിമം ഇങ്ങനെയുള്ള കലോത്സവ വേദിയിലൊക്കെ അത് പുറത്തു കൊണ്ടുവരും. അവർ ഞങ്ങൾ മാക്സിമം സ്വീകരിക്കാം. ഞാൻ ഒരു ടീച്ചർ കാരണമാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് തന്നെ വന്നത്. ഞാൻ എവിടെ അവസരം കിട്ടിയാലും ഞാൻ പറയാറുണ്ട്, 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു അറബി ടീച്ചറുണ്ട്. എപ്പോഴും ടീച്ചർ ജീവിച്ചിരിപ്പുണ്ട്. ടീച്ചർ നിരന്തരം എൻ്റെ പുറകെ വരും. ഒരു കലോത്സവം വരുന്നുണ്ട്, മാപ്പിളപ്പാട്ട് പാടണം എന്ന് പറയും. ടീച്ചറോട് ഞാൻ പറയും, ഞാൻ മദ്രസയിലൊക്കെ ഉസ്താദ് പറയുന്നതുകൊണ്ട് മാത്രമാണ് പാടുന്നത്. ടീച്ചർ എന്നും എൻ്റെ പുറകെ വരും. എന്നും വെച്ച നമ്മൾ പറയില്ല, ശല്യം എന്നൊക്കെ പറയില്ല, എപ്പോഴും അവസാനം സ്കൂൾ തന്നെ മാറിയാലോ എന്ന് കരുതിയൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ടീച്ചർ നിർബന്ധിച്ച് ആദ്യമായി മോയിൻ കുട്ടി വൈദ്യുതി ഒരു പാട്ട് എന്നെ പഠിപ്പിക്കാം. ഞാനത് പാടട്ടെ, എന്റെ ഓർമ്മകളൊന്ന് പുതുക്കാൻ കൈയടിക്കോ? പണ്ട് എന്നെ ടീച്ചർ പഠിപ്പിച്ചത് പഴയൊരു ട്യൂണിലായിരുന്നു. എന്റെ ജീവിതത്തിൽ ആദ്യം പാടിയ 3ാം ക്ലാസ്സിൽ പാടിയ മാപ്പിളപ്പാട്ടാണ്. ഞാനും ജമീൽ ടീച്ചറും ഞങ്ങളെല്ലാവരും അതിന്റെ റിസൾട്ട് കേൾക്കാൻ കാത്തിരുന്നു. അതിന്റെ റിസൾട്ട് എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും?
നിങ്ങൾ പറയുന്നത് കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? എനിക്കൊന്നും കിട്ടിയില്ല. അത് സത്യത്തിൽ ഞാൻ ഗ്രാമപ്രദേശവാസിയായതുകൊണ്ട് എല്ലാവരും ഒരു പരാജയം കാണാൻ കാത്തിരിക്കുകയാണ്, സംഘം ചേർന്ന് കളിയാക്കാൻ. അങ്ങനെ ഫസ്റ്റ് ഡേ ആ പരിപാടി കഴിഞ്ഞ് 3 ദിവസം ഞാൻ സ്കൂളിൽ പോയില്ല. ടീച്ചർ വീട്ടിൽ വന്ന് എന്താ സ്കൂളിൽ വരാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അന്നേ നിങ്ങളോട് ഞാൻ പറഞ്ഞാണെങ്കിൽ പാടാനൊന്നും അറിയില്ല. ടീച്ചർ നിരന്തരം പിന്നെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ പാടിയത്. എനിക്ക് പാടാൻ ഇഷ്ടമല്ല എന്നൊക്കെ ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ അന്ന് എന്നോട് പറഞ്ഞൊരു വാക്ക്, ഞങ്ങളുടെ അന്നത്തെ ഒരു രീതി അങ്ങനെയായിരുന്നു. ടീച്ചർ പറഞ്ഞത് എൻ്റെ പേര് ജമീലയാണെങ്കിൽ അടുത്ത വർഷം ഹക്കീം ഫസ്റ്റ് വാങ്ങും എന്നോട് പറഞ്ഞു. അതൊരു ധൈര്യമായിരുന്നു. അടുത്ത വർഷം ഈ പറഞ്ഞ പോലെ തന്നെ നേരത്തെ TP ആലിക്കുട്ടി കുരുക്കളുടെ ഈ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത് 2011 ശേഷമാണ് പുതിയ തലത്തിലേക്ക് വരാൻ തുടങ്ങിയത്. അതിന് മുമ്പൊക്കെ നമ്മൾ മാപ്പിളപ്പാട്ട് പഴയ ബൈത്ത് ശൈലിയിലൊക്കെയാണ് മാപ്പിളപ്പാട്ട് പാടിയിരുന്നത്. എന്നാൽ 12 ശേഷമാണ് മുസ്ലിം കുരുക്കളാണ് ശരിക്കും അതിനൊരു പുതിയ ട്രെൻഡ് കൊണ്ടുവന്നത്. അന്ന് TP ആലിക്കുട്ടി കുരുക്കളുടെ നല്ലൊരു പാട്ട് എന്നെ ടീച്ചർ പഠിപ്പിച്ചു. അത് എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെയായിരുന്നു. അമ്പവൻ പുകളെമ്പിയ സകലംബിയർക്കും താജ, ആദമുൻ പുകളോദിയ മദിമാൻ മുഹമ്മദ് താജ. അമ്പവൻ പുകളെമ്പിയ സകലംബിയർക്കും താജ, ആദമുൻ പുകളോദിയ മദിമാൻ മുഹമ്മദ് താജ. ആ വർഷം ആദ്യമായിട്ട് സബ് ജില്ലയിൽ 1ാം സ്ഥാനം ലഭിച്ചു. തുടർന്നുള്ള 4ാം ക്ലാസ്സും 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഞാൻ 1ാം സ്ഥാനം നിലനിർത്തി. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും 2 ഇനങ്ങളിൽ സംസ്ഥാന തലത്തിൽ എനിക്ക് കോഴിക്കോട് സ്കൂളിൽ പോകാൻ സാധിച്ചു. പഠിക്കാൻ ഞാൻ അത്ര വലിയ മിടുക്കലല്ലാത്തത് കൊണ്ട് ഞാൻ നേരെ പോയത് സംഗീത കോളേജിലേക്കായിരുന്നു. അവിടുന്ന് ചെറിയ റാങ്കൊക്കെ മേടിച്ചു. അവിടുന്ന് തന്നെ PG ചെയ്തു. അവിടുന്ന് തന്നെ MPhil ചെയ്യുന്ന സമയത്താണ് മീഡിയ അവാർഡ് 14ാം രാവിൽ കുറേ പാട്ടുകൾ സ്വന്തമായി കമ്പോസ് ചെയ്ത് പാടാനുള്ള അവസരം ഫൈസൽ എഴുത്തിൽ മാഷ് എനിക്ക് തരുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് 2019 പാലക്കാട് PSCയിൽ ഫസ്റ്റ് റാങ്ക് വന്നു. 2021 മലപ്പുറം PSCയിൽ തേർഡ് റാങ്ക് വന്നു. അതുപോലെ കുറേ കുട്ടികളുടെ കൂടെ കുറേ പാട്ടുകൾ പാടാൻ സാധിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കുറേ പാട്ടുകൾ പോസ്റ്റ് ചെയ്യുന്നു. പുതിയ ആളുകളെ കാണാൻ സാധിക്കുന്നു. കുറേ പ്രോഗ്രാമുകൾ കിട്ടുന്നു. ഇതൊക്കെ എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, സത്യത്തിൽ ഇതിനൊക്കെ ഒരു കാരണക്കാരി ആരാ? ഒരു സംശയമില്ല, എൻ്റെ പ്രിയപ്പെട്ട ജമീല ടീച്ചർ മാത്രമാണ്. ടീച്ചർ എന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ടീച്ചർക്ക് അങ്ങനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ടീച്ചർക്ക് എന്തായാലും അന്ന് നല്ല സ്ട്രെങ്ത് ഉള്ള സ്കൂളാണ്, പോസ്റ്റ് ഒന്നും പോകില്ല. ടീച്ചറെ പണിയെടുത്താൽ മതി. പക്ഷെ ടീച്ചർ എൻ്റെ പിറകെ അത്രയും സ്നേഹത്തോട് ഞാൻ പിന്നെ അന്വേഷിച്ചു, എന്നെ മാത്രമാണോ ടീച്ചർ ഫോളോ ചെയ്തത്? അല്ല, കുറേ ഡോക്ടേഴ്സ്, കുറേ വക്കീലന്മാർ, ഞാൻ അറിയുന്ന കുറേ പേരുണ്ട് ടീച്ചറെ കീഴിലുള്ള കുട്ടികൾ. അപ്പോൾ ഒരു ടീച്ചർ എന്ത് ചെയ്യണമെന്ന് ശരിക്കും പല രീതിയിൽ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കുട്ടികളുടെ കഴിവ് മാക്സിമം നിങ്ങൾ തിരിച്ചറിയാം. ചിത്രം പുതിയ കാലഘട്ടത്തിൽ ചിത്രം വരയ്ക്കുന്നവരും അതിലേക്ക് വരില്ല, നന്നായി എഴുതുന്നവരും അതിലേക്ക് വരില്ല. നന്നായി എഴുതാൻ പറ്റുന്ന, ഇപ്പം എൻ്റെ സ്കൂളൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മലയാളം കവിതാരചനയിൽ 1ാം സ്ഥാനം ലഭിച്ച കുട്ടി ഇവിടെ സ്കൂൾ കലോത്സവത്തിൽ പോലും പങ്കെടുക്കാൻ താല്പര്യം കാണിക്കാത്ത കുട്ടിയായിരുന്നു. അത്രയും കവിത്വം ഉള്ളിലുള്ള ഒരു കുട്ടിയാണ്. കുട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. എങ്കിലും പുതിയ കാലത്ത് സാധ്യതകൾ ഉപയോഗപ്പെടുത്തി കുട്ടികളുടെ കഴിവ് നിങ്ങൾ തിരിച്ചറിയുക, അവരെ നിങ്ങൾ മാക്സിമം സ്നേഹിക്കുക. അതിനൊക്കെ തയ്യാറാകുമ്പോൾ ഞങ്ങളുടെ കലോത്സവ വേദിയിലൂടെ കുറേ അവസരങ്ങൾ അവർക്ക് കിട്ടുമ്പോൾ അവരൊക്കെ നാളെയുടെ നല്ല വക്താക്കളാവുമെന്ന് പ്രത്യേകം ഞാൻ പറയുകയാണ്. കുട്ടികൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യം മൈക്ക് കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. ഒരു കലാധ്യാപകനായതുകൊണ്ട് പറയണമെന്ന് തോന്നിയതാണ്. കുറച്ച് പാട്ടുകൾ പാടാം അല്ലേ? പാടാം. എനിക്ക് ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ ഡെയിലി 2-3 പ്രോഗ്രാമൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് മാക്സിമം ശബ്ദം വേണം. അപ്പോൾ എനിക്ക് മാക്സിമം ഗെയിൻ കൂട്ടി തന്നാൽ മതി, ലെവലൊക്കെ കൂട്ടി തന്നാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം തന്നെ HML ടാസ്ക് അങ്ങ് കൊടുക്കാം അല്ലേ? ഓക്കെ, ഞാനൊരു മാപ്പിളപ്പാട്ട് പാടാം. അതിൻ്റെ പല്ലിൽ നിന്ന് പാടിത്തരും ടീച്ചർമാർ പാടിത്തരും. ആരെ നോക്കാന്ന് പറഞ്ഞാൽ വാ വെരി ഗുഡ്. അവന് നല്ലൊരു ധൈര്യം എടുക്കും, അല്ലെങ്കിൽ പറഞ്ഞല്ലോ. ഓക്കെ, ഞാൻ മാപ്പിളപ്പാട്ട് പാടാം. പാഠപുസ്തകത്തിൽ മായി പീലി വച്ചേക്കൊണ്ട് പീലി പെറ്റേ കൂട്ടുമിന്ന് നീ പറഞ്ഞു പണ്ട്. ഉപ്പ കൂട്ടി പച്ചമാങ്ങ നമ്മളെത്ര തിന്ന് ഇപ്പളാ കഥകളെ അപ്പടി മറന്ന്. ഓക്കെ, ടീച്ചർ പേര്
അത് നമ്മൾ സമീര ടീച്ചർക്ക് നല്ലൊരു കൈഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തൊരിടയാണു നീലമേഘം കോന്തലക്കൽ നീയങ്ങി ഒക്കെ പിഷ്ടമാരും കൈയടിക്കുക. നിങ്ങൾക്കൊക്കെ എല്ലാവരോടും ചോദ്യം ചോദിക്കട്ടെ. ഞാനൊരു പാട്ട് പാടാം, പല്ലവി എല്ലാവരും പാടിത്തരോ? ഇഷ്ടമോതിടുവാൻ പെണ്ണെ മടിയെന്തിന, കൽബ് തന്നിടുവാൻ നാണമിനി എന്തിന, നാണം നീ മാറ്റിയിടുമോ, എന്റെ പെണ്ണായി നീ വന്നിടുമോ? ഇതിന് തുടക്കം പാടിത്തരോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഒന്ന് കാണുവാൻ എത്ര നാളു ഞാനിരുന്നു, ഒന്നു മിണ്ടുവാൻ എത്ര നാളു കാത്തിരുന്നു, ഒന്ന് കാണുവാൻ എത്ര നാളു ഞാനിരുന്നു, ഒന്നു മിണ്ടുവാൻ എന്റെ മണവാട്ടി പെണ്ണാടു നീ, എന്റെ വേളാണ് നീ, എന്റെ മണവാട്ടി പെണ്ണാടു നീ, എന്റെ മണവാട്ടി പെണ്ണാടു. കുറെ പഴയ ആളുകൾ പറഞ്ഞു. ഞാൻ പഴയൊരു പാട്ട് പാടാം, കൂടെ പാടുക. കുഞ്ഞികളെ ഒരു കഥ പറയാ, ഈ പുല്ലാകുഴലിൻ കഥ പറയാ, കുഞ്ഞികളെ കഥ പറയാ, ഈ പുല്ലാകുഴലിൻ കഥ പറയാ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ അറിയില്ല, കൂട്ടിൽ കുഞ്ഞികളെ ഒരു കഥ പറയാ, ഈ പുല്ലാകുഴലിൻ കഥ പറയാ, കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ കളിയാടാമീ. കുറെ പേര് മടിച്ചു നിൽക്കാൻ വേണ്ടി തോന്നി. ഞാൻ പുതിയ കാലത്ത് ഒരു പാട്ട് പാടാം. ഓക്കെ. പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി, നീലെങ്കിലെന്നിലെ പ്രകാശമില്ലിനി. തുടക്കം. പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന കൺമണി, നീലെങ്കിലെന്നിലെ പ്രകാശമില്ലിനി. ആരാധികേ എന്റെ നെഞ്ചാകെ നീയല്ലേ, എന്റെ ഉന്മാദം നീ. ഒരു ചലന നിന്നെ അറിയാ ഉള്ളു നിറയാ, എന്നുമെന്നും ഒരു കുടയാ. ആരാധികേ. എനിക്ക് തോന്നുന്നതൊക്കെ പുതിയ ജനറേഷനിലെ കുട്ടികളാണ്. അപ്പൊ പുതിയ പാട്ട് പാടാം. ഓക്കെ. ഇവിടെ കുറച്ചു പേര് സംസാരിക്കാനുണ്ട്, നമുക്ക് കരോക്കെ വെച്ചു രണ്ട് അടിപൊളി പാട്ട് പാടാം. ഓക്കെ, ഡാൻസ് ചെയ്യോ? മക്കളെ ഒന്ന് ലൈവായിട്ട് പരിപാടിയിൽ പങ്കെടുക്കുക. എല്ലാവരും ഉറങ്ങിയിരിക്കല്ലേ? അജിൻ സാറിന്റെ പാട്ട് കളിക്കണല്ലേ? ഇഷ്ടമായിട്ട് പാടില്ല. ഓക്കെ, ഒരു നല്ല കൈയ്യുണ്ട് സാറിന്. ഓക്കെ, ഇതേ ആവേശം പാട്ടിൽ കാണിക്കും. ഓക്കെ, ഒന്ന് രണ്ട് അടിപൊളി പാട്ട് പാടാം, അതിന് മെലഡി പാടാം. നിങ്ങൾ ഈ ഗ്യാങ് നല്ല സപ്പോർട്ട്. നിങ്ങളെന്നെ കൂടെ പാടില്ലേ? നിങ്ങളെ ക്ലാസ് ഏതാ ഡിവിഷൻ? നല്ല വൈബ്. ഓക്കെ ഓക്കെ.
ട്രാക്ക് പൊളി. മാക്സിമം ഡാൻസ് ചെയ്യും. എല്ലാവരും എണീക്കും, എല്ലാവരും എണീക്കും, എല്ലാവരും 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 റെഡി. ഒരു അടിപൊളി പാട്ട് പാടാം. യെസ് 9 A B C D. ഓക്കെ ഡാൻസ് ചെയ്യല്ലോ. യെസ് ഓക്കെ
എൻ കൺമണി കൺമണി കണ്ണുകൾ എന്നെ കാണുന്നില്ലേ എൻ കൺമണി കൺമണി കണ്ണിമ ചാരരുതേനില്ലേ കാണാത്തൊരു ദൈവത്തെ കാണാൻ കണ്ണുള്ളവളെ മുന്നിൽ ഞാൻ നിന്നിട്ടും അറിയുന്നില്ലേ കണ്ണിൽ നാടടക്കി വാഴും ഞാൻ ചുറ്റി നടക്കുന്നേ എന്തിനാണ് നോക്കാത്തതു നീ കാര്യമിതെന്താനേ കണ്ണീർ നീയൊന്നും വലിയ സുന്ദരിയല്ലെന്ന് കൂട്ടത്തിലൊരൽപ്പം മഴകവിളത്തന്നെ 18 കഴിഞ്ഞ പെൺകൊടി പൂമത്തിൽ പോലെയൊന്നും മഴകൊണ്ടോടല്ലേ അത്യതിയാൽ സേനകളിലും ഉള്ളവളാണെന്നേ കണ്ണിൽ അർപ്പൂര ദീപ Thank you.